അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആർത്തവക്കാരിയായ ഒരു സഹോദരി നോമ്പിന്റെ സമയത്ത് എന്തെല്ലാം ഇബാദത്തുകൾ റമദാൻ മാസത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം ആർത്തവക്കാരിക്ക് നമസ്കരിക്കേണ്ടതില്ലല്ലോ, അതേപോലെ നോമ്പ് പിടിക്കേണ്ടതില്ലല്ലോ, പിന്നെ അവരെന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സംശയം. ഹദീസുകൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ വനിതകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇതുമായി ബന്ധപ്പെട്ട് മുആദ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ നമുക്കറിയാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാരണം യുസീബുനാ ദാലിക്, ഞങ്ങൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് ആർത്തവം ഉണ്ടായിരുന്നു. ഫനുഅ്മറു ബിഖളാഇസ് സൗം, ഞങ്ങളോട് ആ സമയത്ത് നോമ്പ് ഒഴിവാക്കുകയും പിന്നീട് ഖളാ വീട്ടാൻ പറയുകയും ചെയ്തു. വലാ നുഅ്മറു ബിഖളാഇസ് സ്വലാ, എന്നാൽ നിസ്കാരം ഖളാ വീട്ടാൻ പറഞ്ഞിട്ടില്ല. ആർത്തവക്കാരിയായ ഒരു സഹോദരിക്ക് നോമ്പിന്റെ സമയത്തും നിസ്കാരമില്ല. നോമ്പിന്റെ സമയത്ത് അവൾക്ക് ആർത്തവം ഉണ്ടെങ്കിൽ നോമ്പും പിടിക്കേണ്ട, മറ്റൊരു ദിവസം പിടിച്ചു വീട്ടിയാൽ മതി. എന്നാൽ ഇവർക്ക് ഈ നോമ്പിന്റെ പരിശുദ്ധ റമദാന്റെ ദിവസങ്ങളിൽ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും ചോദിച്ചാൽ അവർക്ക് തസ്ബീഹുകൾ ചെല്ലാം, തഹ്ലീലുകൾ ചെല്ലാം, ദിക്റുകൾ ചെല്ലാം, സ്വലാത്ത് ചെല്ലാം, അതേപോലെ തന്നെ നമസ്കാരവും നോമ്പുമല്ലാത്ത ഇബാദത്തുകളൊക്കെ അവർക്ക് ചെയ്യാം. ഹജ്ജിന്റെ അവസരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, ഖറജ്നാ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കൂടെ ഞാൻ ഹജ്ജിന് പോയി. ഫലമാ ജിഅ്നാ സരിഫിലെത്തിയപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഫദഖല അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന അബ്ഖി, റസൂൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കരയുന്നതാണ് കാണുന്നത്. മാ യുബ്ഖീക്, അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ നീ കരയുന്നത്? ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഹജ്ജ് ചെയ്യാൻ വന്നതല്ലേ, ഈ വർഷം ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ റസൂൽ ചോദിച്ചു, ലഅല്ലകി നുഫിസത്ത്, നിനക്ക് രക്തസ്രാവം വന്നോ? ഖുൽതു നഅം, അതെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന ദാലിക ശൈഉൻ കതബഹുല്ലാഹു അലാ ബനാതി ആദം, ഇത് ആദമിന്റെ പെൺമക്കൾക്ക് അല്ലാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ്. ഹജ്ജിന്റെ സമയത്ത് ചെയ്യാവുന്നതൊക്കെ നീ ചെയ്തോളൂ. വരെ നീ തവാഫ് ചെയ്യണ്ട. അപ്പോ ആർത്തവക്കാരിയെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സമയത്ത് നിസ്കരിക്കേണ്ട, ആ നിസ്കാരം ഖളാ വീട്ടണ്ട. അതേപോലെ തന്നെ നോമ്പ് പിടിക്കേണ്ട, ആ നോമ്പ് പിന്നീട് പിടിച്ചു വീട്ടണം. ഇനി ഹജ്ജിനോ ഉംറക്കോ പോകുന്ന വഴിയിലാണ് ആർത്തവം ഉണ്ടാകുന്നതെങ്കിൽ തവാഫ് ചെയ്യണ്ട. ഈ കാര്യങ്ങൾ മാത്രമാണ് വിലക്കപ്പെട്ടത്. ബാക്കി ഹാജിമാർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആർത്തവക്കാരിക്ക് തസ്ബീഹ് ചെല്ലുന്നതിലും സ്വലാത്ത് ചെല്ലുന്നതിലും ദുആ ഇരക്കുന്നതിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു വിലക്കുമില്ല. ഖുർആൻ ഓതുന്നത് പോലും വിലക്കില്ല. ഖുർആൻ ഓതുന്നത് പണ്ഡിതന്മാർ വിലക്കിയ ഒരു വിഷയം എന്ന് പറയുകയാണെങ്കിൽ ഖുർആൻ സ്പർശിച്ച് ഓതുന്നത് മാത്രമേ ഉള്ളൂ. ഖുർആൻ സ്പർശിക്കാതെ ഓതുന്നത് പോലും വിലക്കപ്പെട്ടിട്ടില്ല. കാരണം ഖുർആൻ സ്പർശിച്ച് ഓതുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കാണാം, അല്ല യമസ്സൽ ഖുർആന ഇല്ലാ ത്വാഹിർ, ത്വാഹിരീങ്ങളല്ലാതെ ഖുർആൻ സ്പർശിക്കരുത്, അത് വലിയ ശുദ്ധിക്കാരനായി ഖുർആൻ സ്പർശിക്കരുത്. ജനാബത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പീരീഡാണ്. പക്ഷെ ആർത്തവവും നിഫാസും എന്ന് പറഞ്ഞാൽ ആർത്തവത്തിന് 7 ദിവസവും നിഫാസിന് 40 ദിവസവുമാണ്, പ്രസവരക്തത്തിന് 40 ദിവസവുമാണ് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത്രയും സമയത്തെ ഇബാദത്തുകൾ ഒന്നുമില്ലാതെ ജീവിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിസ്കാരവും നോമ്പും തവാഫും ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. ഖുർആൻ സ്പർശിക്കാതെ ഓതാവുന്നതുമാണ്. ഖുർആൻ കയ്യിലെടുത്ത് ഓതേണ്ടതില്ല, ഖുർആൻ സ്പർശിക്കാതെ ഓതാവുന്നതാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർത്തവക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയും വേണ്ട. ഈ ഒരു ഷർറ് അള്ളാഹുവാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നോമ്പുമായി നെയ്യത്തുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രതിഫലങ്ങൾ പടച്ചവൻ തരും. വൈൻഹമ്മ ബിഹസനത്തിൽ, ഒരു നന്മ നമ്മൾ മനസ്സിൽ കരുതിയാൽ ആ നന്മ പ്രവർത്തിച്ചില്ലേലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ഈ രീതിയിൽ നോമ്പുകാരായ, നോമ്പിന്റെ സമയത്ത് ആർത്തവക്കാരികളായ സഹോദരിമാർ അവർക്ക് കഴിയാവുന്ന ദിക്റുകളും സ്വലാത്തുകളും അതേപോലെ ഖുർആൻ സ്പർശിക്കാതെയുള്ള ഖിറാത്തുകളൊക്കെ നടത്താം, അതിൽ വിരോധമില്ല. നോമ്പിന്റെ സമയത്ത് നിസ്കാരവും നോമ്പും അതേപോലെ തന്നെ തവാഫ്, ഈ കാര്യങ്ങൾ ഒഴിച്ച് ആർത്തവത്തിന്റെ സമയത്ത് നിസ്കാരവും നോമ്പും തവാഫും ഒഴിച്ച് ബാക്കിയുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.